സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ടീം UDF വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയുമായ ശ്രീ VD സതീശൻ അവറുകൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവാഹകമാണ്. അവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പല നിർദ്ദേശങ്ങളും ബഡ്ജറ്റിലുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വാഹന നികുതി ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നികുതി ഇളവ് കൊടുക്കുന്നുണ്ട് സർക്കാർ. ഇത് വാഹനത്തിൻ്റെ മൂല്യം 7 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷമായി ഉയർത്തിയെന്നതാണ്. അതുകൊണ്ട് ഈ ആനുകൂല്യം കിട്ടണമെങ്കിൽ ഇതുവരെ 7 ലക്ഷത്തിൽ കുറഞ്ഞ വാഹനങ്ങൾ വാങ്ങുമ്പോഴേ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇനി അത് 15 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കും. ഇത് വളരെ സന്തോഷകരമായൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെപ്പറ്റി ഈ ബഡ്ജറ്റിൽ എടുത്ത് പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്കിവിടെ ഉണർത്തിക്കാനുള്ളൊരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൊതു പാർക്കിംഗ് ഇടങ്ങളിൽ, പൊതു കെട്ടിടത്തിനോടുള്ള പാർക്കിംഗ് ആയാലും സ്വകാര്യ കെട്ടിടത്തിനുള്ള പാർക്കിംഗ് ആയാലും പാർക്കിംഗ് സ്പേസുകളായാലും, ഇവിടെ ആൾറെഡി നമുക്ക് നിയമങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് പ്രത്യേക പാർക്കിംഗ് വേണം. അവിടെ ഭിന്നശേഷിക്കാരുടെ വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. വളരെ അപൂർവം കെട്ടിടങ്ങൾക്ക് മാത്രമേ ഭിന്നശേഷിക്കാർക്കായി പാർക്ക് ചെയ്തിട്ടുള്ള പാർക്കിംഗ് ഇടങ്ങളുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെയൊക്കെ സാധാരണ രീതിയിൽ മറ്റു പലരുടെയും സാധാരണ ഭിന്നശേഷിക്കാരല്ലാത്ത ആളുകളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയും കർശനമായ നിയമ നടപടികളും ഉണ്ടാവണമെന്നാണ് എനിക്കിവിടെ അപേക്ഷിക്കാനുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഇവരുടെ ഒക്കെ ചേർന്ന സംയുക്തവും കർശനവുമായ നിയമം നടപ്പിലാക്കുക. ആൾറെഡി ഉള്ള നിയമമാണ്, അത് നടപ്പിലാക്കാൻ വേണ്ട ഒരു സന്നദ്ധത ഭരണാധികാരികളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അത് ഭിന്നശേഷിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വളരെ സഹായകമാകും. പ്രത്യേകിച്ച് ഷോപ്പിംഗ് മാളുകളിലോ ഒരു ഷോപ്പിങ്ങിനോ ഒരു അമ്പലത്തിലോ പള്ളിയിലോ പോകുമ്പോൾ പോലും പാർക്കിംഗ് ഇല്ലാത്തത് കാരണം പലപ്പോഴും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ കർശനമായ നിയമം നടപ്പിലാക്കാൻ, ആൾറെഡി നിയമമുണ്ട്, പക്ഷെ അത് നടപ്പിലാക്കി കാണുന്നില്ല. അത് നടപ്പിലാക്കാനുള്ള ഒരു താല്പര്യവും നിശ്ചയദാർഢ്യവും അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.